ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറിനെ കാണണമെങ്കിൽ മിനിമം എത്ര രൂപ ചിലവുണ്ട്? ശരിക്കും നമ്മൾ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത്? നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴായിരിക്കും അല്ലേ? അസുഖങ്ങൾ തന്നെ വരുന്നതല്ല, വരുത്തുന്നതാണ്. അതിന് കാരണം നമ്മൾ തന്നെയാണ്. ഒരു പരിധി വരെ ഹോസ്പിറ്റൽ കേസ് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് 10 പൈസ ചിലവുണ്ടാവില്ല. ആകെ ചെയ്യേണ്ടത് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചു. ഇതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ദേഹം അനങ്ങി എന്തെങ്കിലും ചെയ്യുക എന്നാണ്. ഉദാഹരണത്തിന് നടക്കാൻ പോവുകയോ സൈക്കിൾ ചവിട്ടാൻ പോവുകയോ ജിമ്മിൽ പോയോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു 40 മിനിറ്റെങ്കിലും ഒരു ദിവസം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കുക. ഭാവി കാര്യങ്ങൾ ചിന്തിച്ച് സ്ട്രെസ് അടിക്കാതെ നിലവിൽ നിങ്ങളിൽ എന്താണോ ഉള്ളത് അത് വെച്ച് സന്തോഷമായി ജീവിക്കുക. കാരണം ക്രോണിക് സ്ട്രെസ് നിങ്ങളുടെ ബയോളജിക്കൽ ഏജിങ് ആക്സിലറേറ്റ് ചെയ്യും. നമ്പർ 3, സ്മോക്കിംഗ് നിർത്തുക. സിഗരറ്റ് വലി നിർത്തുമ്പോൾ തന്നെ നിങ്ങളുടെ ഹെൽത്ത് റിസ്ക് 50% വരെ കുറയും. ആൽക്കഹോൾ കൺസപ്ഷനും നിർത്തുക. ഏതെങ്കിലും പാർട്ടീസിലോ ഗെറ്റ് ടുഗദറിലോ ഒക്കെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ മുമ്പിൽ വെച്ച് നീട്ടും, ഇന്ന് എൻ്റെ സന്തോഷത്തിൽ പങ്കുചേരൂ എന്ന് പറഞ്ഞിട്ട്. ഈ ഗ്ലാസ് വാങ്ങിച്ച് നിങ്ങൾ കുടിച്ചാൽ അവരെ സന്തോഷത്തിൽ നിങ്ങൾ പങ്കുചേരും, അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ ദുഃഖത്തിലും ഇവർ പങ്കുചേരും. സോ നമുക്ക് ആൽക്കഹോൾ വേണ്ട. അടുത്തത്, ഒരു ഫുഡ് റൊട്ടീൻ വെക്കുക. എന്ന് പറഞ്ഞ് നിങ്ങളെ സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ ഡയറ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. ഒഴിവാക്കേണ്ട ചില സാധനങ്ങൾ ഒഴിവാക്കാം. ഉദാഹരണത്തിന് ഫ്രൈഡ് ഐറ്റംസ്, പ്രോസസ്ഡ് ഷുഗർ, ബേക്കറി ആഹാരങ്ങൾ, ഇതൊക്കെ ഹൈലി ഡേഞ്ചറസ് ആണ്. നിങ്ങൾ നല്ല ആഹാരങ്ങൾ കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറയും. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് നല്ല ഉറക്കം. നിങ്ങൾക്കൊരു 7 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെ നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ചിന്തിക്കേ വേണ്ട. ഇതൊക്കെ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ആർക്കും പൈസ കൊടുക്കേണ്ട കാര്യമില്ല. ഫ്രീ ആയിട്ട് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്തോ, മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്നെങ്കിൽ ആയിക്കോട്ടെ. സോ ആസ് ഓൾവേസ്, സ്റ്റേ സ്ട്രോങ്.